അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ലൈസോജനിക് സൈക്കിൾസ് ഓഫ് ബാക്ടീരിയോഫേജ് ഈസ് ട്രൂ? അപ്പോൾ ഏതാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. ഏതാണ് ലൈസോജനിക് സൈക്കിൾ? ഈ കാണിച്ചേക്കുന്നതാണ് ലൈസോജനിക് സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇതിൽ ഒരു പ്രൊഫേജ് ഒക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ഏരിയ മൈക്രോബിയൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ചിലവർക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും, ചിലവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇൻ ലൈസോജനിക് സൈക്കിൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ ലൈസോജനിക് സൈക്കിൾ ദ ടെമ്പറേറ്റ് ഫേജ് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഇൻഡിപെൻഡൻ്റ്ലി, അല്ലേ? ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഇൻഡിപെൻഡൻ്റ്ലി, അതെ, പറ്റില്ല. ആൻഡ് ഡസ് നോട്ട് ലൈസ് ദ ബാക്ടീരിയൽ ഹോസ്റ്റ് സെൽ. ഓക്കെ, ലൈസ് ചെയ്യുന്നില്ല, ലൈസോജനി അല്ലേ? ഓക്കെ, അതും കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇനി ഫേജ് ഡി എൻ എ ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ഹോസ്റ്റ് ബാക്ടീരിയംസ് ഡി എൻ എ. ഓക്കെ, ഹോസ്റ്റ് ബാക്ടീരിയയിലേക്ക് കയറുന്നുണ്ട് ഫേജ് ഡി എൻ എ. എന്നിട്ട് അവരെന്താ നമ്മൾ പറയുന്നത്? പ്രൊഫേജ്. അതും ശരിയാണ്. ഇനി ടെമ്പറേറ്റ് ഫേജ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് എയ്തർ ആസ് എ പ്രൊഫേജ് എലോങ് വിത്ത് ബാക്ടീരിയൽ ക്രോമസോമൽ റെപ്ലിക്കേഷൻ, ഓർ അതിന് എന്തായിട്ട് മാറാം? ലൈറ്റിക് സൈക്കിളിലേക്കും പോകാം. റിവേർട്ട് ടു ലൈറ്റിക് സൈക്കിൾ ബൈ റെപ്ലിക്കേറ്റിംഗ് ദംസെൽഫ് ആൻഡ് അസംബ്ലിംഗ് ഇൻ ടു ന്യൂ ഫേജസ്. ഇതിൽ എല്ലാ സെൻറ്റൻസും കറക്റ്റാണ്. അപ്പോൾ ഓൾ ദ എബോ ആണ് അതിൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ലൈറ്റിക് സൈക്കിൾ എന്താണ്, ലൈസോജനിക് സൈക്കിൾ എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കണം.